ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരു ഇലക്ട്രീഷ്യൻ അറസ്റ്റിലായി എന്ന വാർത്ത വരുന്നു. പുൽവാമ സ്വദേശി തുഫൈൽ നിയാസാണ് അറസ്റ്റിലായിരിക്കുന്നത്. വൈറ്റ് കോളർ ഭീകര സംഘവുമായി ഇയാൾക്ക് ബന്ധമുള്ളതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. വിനീത വിജയ് ഡൽഹിയിൽ നിന്ന് ഇയാളുടെ ഡീറ്റെയിൽസ് നൽകും. വിനീത, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഒരു ഇലക്ട്രീഷ്യനെയാണ് ഇപ്പോൾ ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജമ്മു കാശ്മീർ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇയാളെ ഒരു സംശയം തോന്നി കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിൽ ഈ വൈറ്റ് കോളർ ഭീകര സംഘവുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. തൊട്ടു പിന്നാലെയാണ് ഇയാളുടെ അറസ്റ്റിലേക്കടക്കം അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അത് പുൽവാമ സ്വദേശിയായ തുഫൈൽ നിയാസ് ഭട്ടാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾ ഈ ഡോക്ടർമാരുമൊക്കെയായി ബന്ധപ്പെട്ടതായി ചില സൂചനകൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത്. പിന്നാലെ ഇയാൾക്ക് ഈ വൈറ്റ് കോളർ ഭീകര സംഘവുമായി ബന്ധമുണ്ട് എന്ന അന്വേഷണ സംഘം കണ്ടെത്തുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ വൈറ്റ് കോളർ ഭീകര സംഘത്തിനെതിരായിട്ടുള്ള അന്വേഷണം വിവിധ ഘട്ടങ്ങളിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ അൽഫല യൂണിവേഴ്സിറ്റിയിലെത്തി അവിടെ നിരവധി ആളുകളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ഒപ്പം തന്നെ നിരവധി ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പല ആളുകളും ഈ അന്വേഷണ സംഘം എത്തുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞ് അവരുടെ മൊബൈൽ ഫോണുകളൊക്കെ തന്നെ പിന്നാലെ സ്വിച്ച് ഓഫ് ആക്കി പോയെന്നൊക്കെയുള്ള ചില വിവരങ്ങളും അന്വേഷണ സംഘങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഏതാണെങ്കിലും പഴുതടച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇതിനോടകം നടക്കുന്നത്. നിരവധി ആളുകളെ ഇപ്പോഴും നിരീക്ഷണത്തിലുണ്ട്. ഇവരൊക്കെ തന്നെ ഇവരുടെ ചാറ്റുകളൊപ്പം തന്നെ ഈ ഭീകര സംഘവുമായി ഇവർ ടെലിഫോണിൽ ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ്. എസ്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.